ഭൂമിയിലെ ആകെ കരഭാഗത്തിന്റെ 1/8 ഒറ്റയ്ക്ക് കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യം. 11 ടൈം സോണുകളിലായി പടർന്നു കിടക്കുന്ന കാനഡയെ പോലെയുള്ള 2 രാജ്യങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള ഈ രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറിയത്? അപ്പൊ നമുക്ക് നോക്കാം, റഷ്യ എങ്ങനെ റഷ്യയായി. റഷ്യയുടെ തുടക്കം നമ്മൾ ഇന്ന് കാണുന്ന അത്ര ഗംഭീരമായിരുന്നില്ല. 9-ാം നൂറ്റാണ്ടിൽ സ്കാൻഡിനേവിയയിൽ നിന്ന് വോൾഗ നദിയിലൂടെ കപ്പൽ കയറി വന്ന വൈക്കിങ്ങുകളാണ്, അഥവാ ഇന്നത്തെ റൂസ് എന്ന് വിളിക്കപ്പെടുന്നവര്, റഷ്യയുടെ അടിത്തറ പാകിയത്. അവർ തദ്ദേശീയരായ സ്ലാവ് വംശജരുമായി ചേർന്ന് കീവ് കേന്ദ്രമാക്കി ഒരു രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ കിഴക്ക് നിന്ന് ആഞ്ഞടിച്ച മംഗോളിയൻ കൊടുങ്കാറ്റ്, അതായത് ചെങ്കിസ് ഖാന്റെ പിൻഗാമികൾ, ഈ രാജ്യത്തെ ആകെ തകർത്തെറിഞ്ഞു. വർഷങ്ങളോളം മംഗോളിയൻ ഭരണത്തിന് കീഴിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ റഷ്യയെ വീണ്ടെടുത്തത് മോസ്കോയിലെ രാജകുമാരന്മാരാണ്. വോൾഗ നദിയുടെ തീരത്തുള്ള നഗരങ്ങളെ ഓരോന്നായി വെട്ടിപ്പിടിച്ച് അവർ ഒരു കേന്ദ്രീകൃത റഷ്യൻ ഭരണകൂടം സൃഷ്ടിച്ചു. ഇവാൻ ദി ടെറിബിൾ എന്നറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ കാലത്താണ് റഷ്യ ഒരു സാമ്രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അക്കാലത്ത് കേവലം യൂറോപ്പിന്റെ ഒരു ഭാഗമായിരുന്ന റഷ്യ കിഴക്കൻ മേഖലയിലെ സൈബീരിയൻ മഞ്ഞുപ്രദേശങ്ങളിലേക്ക് കണ്ണുവെച്ചു. കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യാൻ മിടുക്കരായ കൊസാക്കുകളെ വാടകയ്ക്കെടുത്താണ് റഷ്യ ഈ സാഹസിക യാത്ര തുടങ്ങിയത്.